ഫുഡ് കഴിക്കാൻ വേണ്ടി 1.5 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ എത്തിച്ചേർന്ന കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുബാബയിലാണ്. ഈ ഒരു ഷോപ്പിനെ പറ്റി കേൾക്കാത്തവര് അധികമൊന്നും കാണത്തില്ല. എങ്കിലും എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. ഷോപ്പ് കണ്ടുകഴിഞ്ഞാൽ കുറച്ചധികം കോസ്റ്റ്ലി ആണെന്ന് തോന്നുമെങ്കിലും സംഭവം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അവിടുത്തെ പരിപാടികളെല്ലാം തീർത്ത് ഞങ്ങൾ പോയപ്പോഴാണ് പെട്ടെന്നൊരു കോൾ വന്നത്. ചെറിയൊരു പണി കിട്ടി മക്കളെ. ഞങ്ങൾ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് പർപ്പിൾ സ്റ്റോറിൽ വെച്ചിട്ട് പോകും. റീഫണ്ട് ചെയ്യാൻ നോ രക്ഷ. ബെട്രിഷ എന്ന് പറയുന്ന നല്ലൊരു ചേച്ചിയായിരുന്നു അവിടെ നിന്ന്. ചേച്ചി ഞങ്ങൾക്ക് ഇടപ്പള്ളിയിൽ അതുകൊണ്ട് തന്നു. വീണ്ടും മെട്രോ പിടിച്ച് ഞങ്ങൾ വൈറ്റിലയിലെത്തി. എവിടുന്നേലും കുറച്ച് വെള്ളം കുടിക്കാനുള്ള ഓട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടുന്ന് ഒരു ലൈമും കുടിച്ചിട്ട് വൈക്കം ബസ് പിടിച്ചു. വൈക്കത്തെത്തി അവിടുത്തെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ പോയത് അമോഘ ബ്യൂട്ടിക്കിലായിരുന്നു. അവിടെ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ തൊട്ടടുത്തുള്ള ട്രെൻഡ്സിലേക്ക് വിട്ടു. വൈക്കത്ത് എപ്പോഴും പോകുന്നതാണെങ്കിലും ഈ ട്രെൻഡ്സിൽ ഞാൻ ആദ്യമായിട്ടോ കയറുന്നത്. ട്രെൻഡ്സിൽ ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് അവൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ അത്യാവശ്യം വിലക്കുറവിൽ കിട്ടി. അല്ലറ ചിലർ ഐറ്റംസ് ഒക്കെ വാങ്ങി വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. കൈ നിറയെ സാധനങ്ങളുമായിട്ട് ഞങ്ങൾ പോയി ഓട്ടോയിലിരുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മിനി വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. അവൾ പോകുന്ന ദിവസം ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തലേ ദിവസം എന്താണെങ്കിലും അവളുടെ വീട് വരെ പോകാന്ന് കരുതി. അവിടെ ചെന്നപ്പോ ലൂക്കാച്ചനുണ്ടായിരുന്നോണ്ട് കുറെ നേരം അവനെ കളിപ്പിച്ചിരുന്നു. കൈ പൊക്കി പിടിച്ചേക്കണം. ഞാൻ ചെന്നപ്പോ അവള് നല്ല കപ്പയെല്ലാം കൊണ്ട് തന്നു. ഞങ്ങൾ കോട്ടയംകാരുടെ സിഗ്നേച്ചർ ആയിട്ട് ഇതാണെങ്കിലും ഞാനിത് കഴിച്ചിട്ട് കുറെ ആയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ജോമൻ ചേട്ടായും ജോബി ചേട്ടായൊക്കെ വന്നിട്ട് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു. രാത്രിയായപ്പോ അവളോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. എന്റെ സുന്ദരി കുട്ടിക്ക് ഹാപ്പി ജേണി.